ഹരേ കൃഷ്ണ. ഇന്ന് ബ്രഹ്മമധ്വ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട ആചാര്യനും ലോകം മുഴുവൻ കൃഷ്ണാവബോധം പ്രചരിപ്പിച്ച ജഗദ്ഗുരുവുമായ ശ്രീല പ്രഭുപാദ്ജി സന്യാസം സ്വീകരിച്ച ദിവസമാണ്. 1896 സെപ്റ്റംബർ 1 അദ്ദേഹം കൊൽക്കത്തയിൽ ജനിച്ചത്. കുട്ടിക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പേര് അഭയ് ചരൺ എന്നായിരുന്നു. പിതാവിൻ്റെ പേര് ഗൗർ മോഹൻ ദേ. പിതാവ് കൃഷ്ണഭക്തനായിരുന്നതിനാൽ അഭയ് ചരൺ വളരുംതോറും ഉറച്ച ഭക്തിയുള്ള വ്യക്തിയായി മാറിക്കൊണ്ടിരുന്നു. അദ്ദേഹം തൻ്റെ ആത്മീയ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ കണ്ടുമുട്ടിയ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഗുരു അദ്ദേഹത്തോട് ഭഗവാന്റെ സന്ദേശം ഇംഗ്ലീഷ് ഭാഷയിൽ പാശ്ചാത്യ ദേശങ്ങളിൽ പ്രചരിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകി. 1932 അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചു. 1944 അദ്ദേഹം ബാക്ക് ടു ഗോഡ്ഹെഡ് എന്ന മാസിക സ്വന്തം ചിലവിൽ പുറത്തിറക്കി തുടങ്ങി. അത് സ്വയം വിതരണവും ചെയ്തു. 1950 കുടുംബജീവിതത്തിൽ നിന്നും വിരമിച്ചു വാനപ്രസ്ഥം സ്വീകരിച്ചു. അദ്ദേഹം വൃന്ദാവനത്തിൽ താമസിച്ച് ശ്രീമദ് ഭാഗവതം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ സ്വപ്നത്തിൽ വന്ന് സന്യാസം സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് 1959 സെപ്റ്റംബർ 17 മധുരയിലെ ഗൗഡിയ മഠത്തിൽ വെച്ച് അദ്ദേഹം ശ്രീ കേശവ് മഹാരാജിൽ നിന്നും സന്യാസം സ്വീകരിച്ചു. AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് എന്ന നാമവും സ്വീകരിച്ചു. ദീക്ഷ സ്വീകരിച്ചതിനെ തുടർന്ന് പ്രഭാഷണം നടത്തുവാൻ അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചപ്പോൾ ആ സമയത്ത് ഗൗഡിയ മഠത്തിൽ ഉണ്ടായിരുന്നവർ ഇംഗ്ലീഷ് ഭാഷ അറിയുന്നവരല്ലെങ്കിലും അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഗുരുവിൻ്റെ നിർദ്ദേശമായ ഇംഗ്ലീഷ് ഭാഷയിൽ ഭക്തി പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹം സന്യാസം സ്വീകരിച്ചതിലൂടെ തൻ്റെ ചെറിയ കുടുംബത്തെ ത്യജിച്ചുകൊണ്ട് ഈ സമ്പൂർണ്ണ വിശ്വത്തെയും തൻ്റെ കുടുംബമാക്കി മാറ്റി. സന്യാസം സ്വീകരിച്ചതിന് ശേഷം ഗുരുവിൻ്റെ നിർദ്ദേശം ഏറ്റവും ശക്തമായ രീതിയിൽ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിനാൽ ഈ ദിവസം ജഗദ്ഗുരുവായ ശ്രീല പ്രഭുപാദ്ജിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്തിയിൽ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ഭക്തിയിൽ പുരോഗമിക്കാൻ സാധിക്കണമേ എന്ന്. ഇന്ന് വിശ്വരൂപ മഹോത്സവമാണ്. ഭഗവാൻ എപ്പോഴൊക്കെ ഈ ലോകത്ത് വരുന്നുവോ അപ്പോഴൊക്കെ അദ്ദേഹത്തിനോടൊപ്പം ഭഗവാന്റെ നിത്യപാർഷദരും അനുഗമിക്കുന്നു. അപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ ചൈതന്യ മഹാപ്രഭുവായി പതിതാത്മാക്കളെ ഉദ്ധരിക്കാനും ഭഗവാന്റെ ലോകത്ത് തിരിച്ചെത്തിക്കാനുമുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതിനായി വന്നപ്പോൾ ഭഗവാന്റെ നിത്യപാർഷദൻ വിശ്വരൂപനായി ഭഗവാന്റെ ജ്യേഷ്ഠ സഹോദരനായി ഈ ലോകത്ത് അവതരിച്ചു. ചതുഷ്വ്യൂഹങ്ങളിൽ ഒന്നായ സംഘർഷണന്റെ അവതാരമാണ് വിശ്വരൂപൻ. അദ്ദേഹം അദ്വൈതാചാര്യരിൽ നിന്നും ശാസ്ത്രഗ്രന്ഥങ്ങൾ പഠിക്കുകയും അതിൽ അഗ്രഗണ്യനാവുകയും ചെയ്തു. എന്നാൽ ഗൃഹസ്ഥാശ്രമത്തിൽ താല്പര്യമില്ലാതിരുന്ന അദ്ദേഹം 16-ാം വയസ്സിൽ വീട് ഉപേക്ഷിക്കുകയും കാശിയിലെത്തി ശ്രീപാദ് കൃഷ്ണഭാരതിയിൽ നിന്നും സന്യാസം സ്വീകരിച്ച് ശ്രീ ശങ്കരാരണ്യ എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ച ശേഷം ദക്ഷിണ ഭാരതത്തിൽ യാത്രക്കിടയിൽ ഭാദ്രപദ മാസത്തിലെ ഇതേ ദിവസമാണ് വിശ്വരൂപൻ ഈ ലോകത്തിലെ ലീല അവസാനിപ്പിച്ച വിവരം മനസ്സിലാക്കിയത്. ഇത് മനസ്സിലാക്കിയ ചൈതന്യ മഹാപ്രഭു മഹാപ്രസാദ വിതരണം നടത്തി. അതോടെ എല്ലാ വർഷവും ഇതേ ദിവസം വിശ്വരൂപ മഹോത്സവമായി കൊണ്ടാടുന്നു. എല്ലാവർക്കും വിശ്വരൂപ മഹോത്സവം ആശംസകൾ. ഇന്ന് ശ്രീമതി രാധാറാണിയുടെ അഷ്ടസഖിമാരിൽ വെച്ച് 7ാമത്തെയും 8ാമത്തെയും സഖിമാരായ രംഗദേവി സഖിയുടെയും സുദേവി സഖിയുടെയും ആവിർഭാവ ദിവസമാണ്. രംഗദേവി സഖിയും സുദേവി സഖിയും ഇരട്ട സഹോദരിമാരാണ്. അവരുടെ അമ്മയുടെ പേര് കരുണ എന്നും അച്ഛൻ്റെ പേര് രംഗസാഗരൻ എന്നുമാണ്. രംഗദേവി സഖിയുടെ നിറം കാവ്യ നിറം ചേർന്ന താമരപ്പൂവിൻ്റെ തണ്ടിൻ്റെ നിറമാണ്. ദേവിയുടെ വസ്ത്രത്തിൻ്റെ നിറം ചുവന്ന റോസാപ്പൂവിൻ്റെ നിറമാണ്. രംഗദേവി സഖി ഭഗവാന് വേണ്ടി ഒരുക്കുന്ന നികുഞ്ചത്തിൻ്റെ നിറം ശ്യാമ നിറമാണ്. ശ്രീമതി രാധാറാണിയുടെയും ഭഗവാന്റെയും പാദങ്ങൾ ചുവന്ന നിറങ്ങൾ കൊണ്ട് അലങ്കരിക്കുക എന്നതാണ് രംഗദേവി സഖിയുടെ പ്രധാന സേവനം. ഉത്കണ്ഠിത എന്ന ഭാവമാണ് രംഗദേവിക്കുള്ളത്. എപ്പോഴാണ് ഭഗവാനെ കാണാൻ സാധിക്കുക എന്ന ഉത്കണ്ഠയാണ് രംഗദേവി സഖിക്ക് എപ്പോഴും ഉള്ളത്. രംഗദേവി സഖിയുടെ ഇരട്ട സഹോദരിയായ സുദേവി സഖിക്ക് സുവർണ നിറമാണ്. ദേവിയുടെ വസ്ത്രത്തിൻ്റെ നിറം തളിരിലയുടെ പച്ച നിറമാണ്. അതുപോലെ തന്നെ സുദേവി സഖി ഒരുക്കുന്ന നികുഞ്ചത്തിൻ്റെ നിറവും പച്ച തന്നെയാണ്. സുദേവി സഖിയുടെ പ്രധാന സേവനം എന്നത്
ഭഗവാനും രാധാറാണിക്കും വേണ്ടി കുടിക്കാൻ ജലം ശേഖരിക്കുക എന്നതാണ്. സുദേവി സഖി കലഹാന്തരിത എന്ന ഭാവത്തിലാണുള്ളത്. ഭഗവാനുമായി വഴക്കുകൂടി ഭഗവാനെ പുറത്താക്കുകയും ഭഗവാൻ പോയി കഴിഞ്ഞാൽ ഭഗവാനെ കാണാത്തതുകൊണ്ട് വിഷമിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ ഭാവത്തിലുള്ളത്. ഭഗവാന്റെ നിത്യവൃന്ദാവന ലീലയിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് അഷ്ടസഖിമാരുടെ അനുഗ്രഹം അത്യാവശ്യമാണ്. ഭഗവാൻ കൃഷ്ണൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും സേവനത്തിൽ ഉറച്ചു നിൽക്കാനായി നമ്മെ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് രംഗദേവി സഖിയോടും സുദേവി സഖിയോടും ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.